1780-ൽ ബ്രിട്ടീഷ് സൈന്യം ആകാശത്തേക്ക് നോക്കി നിശ്ചലമായി. അവിടെ കണ്ടത് യുദ്ധത്തിന്റെ നിയമം തന്നെ മാറ്റുന്ന ഒരു തീപ്പൊരി. അത് ടിപ്പു സുൽത്താന്റെ സേനയിൽ നിന്നായിരുന്നു. ഇത് ദക്ഷിണേന്ത്യയിലെ പോളിലോർ യുദ്ധമാണ്. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ സമയത്ത് ടിപ്പു സുൽത്താനും പിതാവ് ഹൈദർ അലിയും മൈസൂരിന്റെ സേനയെ നയിച്ചു. മൈസൂർ ഉപയോഗിച്ചത് ഇരുമ്പിൽ നിർമ്മിച്ച ഭീകരമായ യുദ്ധ റോക്കറ്റുകൾ. യൂറോപ്പിലുണ്ടായിരുന്ന ആയുധത്തേക്കാൾ വേഗവും ശക്തിയുമുള്ളവ. ചിലത് 2 കിലോമീറ്റർ വരെ പറന്നിരുന്നു. ബ്രിട്ടീഷ് ഓഫീസർമാർ അതിന്റെ വേഗം ഭയാനകമെന്ന് രേഖപ്പെടുത്തി. 1780 സെപ്റ്റംബർ 10-ന് കേണൽ വില്യം ബെയ്ലി തന്റെ സൈന്യവുമായി മുന്നേറി. അവർക്കൊരു സാധാരണ യുദ്ധമാണെന്ന് തോന്നി. പക്ഷേ അവർക്ക് തെറ്റി. ടിപ്പുവിന്റെ റോക്കറ്റ് സേന 100 കണക്കിന് റോക്കറ്റുകൾ ഒരേ സമയം പൊക്കിയെടുത്തു. ചിലതിൽ ചുറ്റിക്കറങ്ങുന്ന ഇരുമ്പ് ബ്ലേഡുകളും ഉണ്ടായിരുന്നു. വിസ്ഫോടനങ്ങൾ ബ്രിട്ടീഷ് നിരകളെ കീറിനുറുക്കി. വെടിക്കോപ്പുകളുള്ള വണ്ടികൾ തീപിടിച്ചു പൊട്ടിത്തെറിച്ചു. സൈനിക നിരകൾ തകർന്നു വീണു. ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ തോൽവികളിൽ ഒന്നായി. യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യം ടിപ്പുവിന്റെ റോക്കറ്റുകൾ ശേഖരിച്ച് ബ്രിട്ടനിലേക്ക് പഠനത്തിനായി അയച്ചു. വർഷങ്ങൾക്കിപ്പുറം അവയുടെ രൂപകൽപ്പന പകർത്തി അവർ കോൺഗ്രീവ് റോക്കറ്റ് നിർമ്മിച്ചു. ഒരിക്കൽ ടിപ്പു സുൽത്താന്റെ റോക്കറ്റിനെ ഭയന്നിരുന്ന സാമ്രാജ്യം അവസാനം അതിൽ നിന്നാണ് പഠിച്ചത്. ഇത്തരം മറഞ്ഞുപോയ കഥകൾ ഇഷ്ടമാണോ? എങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.